ഹായ് ഗായ്സ്, എക്സിറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ആക്ച്വലി ഈ വീഡിയോയിൽ ഒരു കീബോർഡ് എങ്ങനെയാണ് ഒരു പോർട്ടബിൾ കീബോർഡ് ആക്കുക എന്ന് നോക്കുക. സോ അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു കീബോർഡ് അത് പോർട്ടബിൾ ആണോ അല്ലയോ, അതെങ്ങനെയാണ് പോർട്ടബിൾ ആക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. സോ ഇത് യമഹയുടെ i500 എന്നുള്ള കീബോർഡാണ്. സോ ഈ കീബോർഡ് ഇപ്പോൾ ഞാനിത് ഓൺ ചെയ്തേക്കുക. സോ ഇതിപ്പോൾ നമ്മൾ ഇതിന് പവർ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ എ സി അഡാപ്റ്റർ വഴിയാണ് ഞാനിപ്പോൾ ഈ കീബോർഡ് പവർ കൊടുത്തേക്കുന്നത്. യമഹയുടെ തന്നെ അഡാപ്റ്ററാണ്. അപ്പോൾ ഇത് ആക്ച്വലി എ സി അഡാപ്റ്റർ നമ്മളിതിൻ്റെ പുറകിൽ കണക്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സപ്പോസ് നമ്മളിപ്പോൾ ഔട്ട്ഡോർ വായിക്കുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുക, അപ്പോൾ നമുക്ക് അവിടെ പ്ലഗ് പോയിൻ്റ് ഇല്ല, ഔട്ട്ഡോറാണെന്ന് വെച്ചോ, പുറത്തോ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ കീബോർഡ് വായിക്കുക. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ കീബോർഡിൻ്റെ പർപ്പസ് നമ്മൾ മേടിച്ചത് പോർട്ടബിൾ കീബോർഡായിട്ടാണ്. നമുക്കിത് ഔട്ട്ഡോറോ അല്ലെങ്കിൽ പുറത്ത് എവിടെ പ്ലഗ് പോയിൻ്റ് ഇല്ലാത്തടത്ത് വെച്ച് നമുക്കൊരു കുറച്ച് നേരം നമുക്ക് വായിക്കണം. അപ്പം അതെങ്ങനെയാണ് ഇത് പോർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇതിൻ്റെ പവർ സോഴ്സ് അഡാപ്റ്റർ വെച്ച് നമ്മൾ പ്ലഗിൽ നിന്ന് കറണ്ട് വലിക്കുന്നതിന് പകരം നമ്മളിതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡ്യൂറാസെലിൻ്റെ റീചാർജബിൾ ബാറ്ററീസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് വേണ്ടത് ഇത് 12 വോൾട്ടാണ്, 12 വോൾട്ട്സ്. അപ്പോൾ ഈ 12 വോൾട്ട് ഡി സി സപ്ലൈ, ഇപ്പം എ സി ആണെങ്കിൽ എ സി അഡാപ്റ്റർ 230 അല്ലെങ്കിൽ 240 വോൾട്ട്സിനെ ആംപിയറിനെ എ സി 230 കൺവേർട്ട് ചെയ്തിട്ട് ഡി സി ആക്കുവാണല്ലോ ചെയ്യുന്നത്, അഡാപ്റ്റർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഈ സെയിം ഔട്ട്പുട്ട് ഇപ്പോൾ 100 to 240 വോൾട്ട്സ് വരുന്ന എ സിയെ 12 വോൾട്ട് ഡി സി ആക്കുവാണല്ലോ അഡാപ്റ്റർ ചെയ്യുന്നത്. സോ ഈ അഡാപ്റ്ററിന് പകരം നമ്മൾ നേരെ ഡി സി ബാറ്ററീസ്, റീചാർജബിൾ ബാറ്ററീസ് വെച്ച് നമ്മളത് സപ്ലൈ കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് റീചാർജബിൾ ബാറ്ററീസ് മേടിച്ചതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ റീചാർജബിൾ ബാറ്ററീസ് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സോക്കറ്റ്. അപ്പോൾ ഇത് റീചാർജബിൾ സോക്കറ്റാണ്, മീൻസ് അപ്പോൾ ഇതിനകത്ത് അറ്റ് എ ടൈം നമുക്ക് 4 ബാറ്ററീസ് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 6 ബാറ്ററി നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററീസ് റീയൂസ് ചെയ്യാം. അപ്പോൾ ബാറ്ററി ചാർജ് തീർന്നിട്ട് അതിനകത്തിരുന്ന് ചീത്തയായി പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ റീചാർജബിൾ ബാറ്ററീസ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ വോളിയം നമുക്ക് നോക്കാം. ഇപ്പം ഇതിൻ്റെ വോളിയം ഇതാണ്. പിന്നെ മാക്സിമം സൗണ്ട് ഞാൻ മാക്സിമത്തിലാക്കി. ഈ സൗണ്ട് നമുക്ക് ബാറ്ററി വെച്ചാൽ, റീചാർജബിൾ ബാറ്ററി ഇട്ടാൽ ഇത്രയും തന്നെ സൗണ്ട് കിട്ടുമെന്ന് നോക്കാം. സോ ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് പവർ ഓഫ് ചെയ്തു, അഡാപ്റ്റർ ഊരുക. ഞാൻ ഈ സ്റ്റാൻഡിൽ നിന്ന് കീബോർഡ് എടുത്തിട്ട് കീബോർഡിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ബാറ്ററി ഇടാൻ പോവുക. സോ അത് എങ്ങനെയാണ് നമ്മൾ ബാറ്ററി ഇടുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ കീബോർഡിൻ്റെ ബാക്ക് സൈഡിൽ ബാറ്ററി ഇടാൻ വേണ്ടി ഇവിടെ നമ്മൾ കോപ്പൺ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ പർപ്പസ് ഒരു പോർട്ടബിൾ കീബോർഡ് ആണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്, ഇതിനകത്ത് ബാറ്ററി ഇടാൻ പറ്റുമോ, ഇതെനിക്ക് ഔട്ട്ഡോർ വായിക്കാൻ പറ്റുമോ, അപ്പോൾ ഇത് പോർട്ടബിൾ ആണോ അല്ലയോ. പോർട്ടബിൾ മീൻസ് എനിക്കിത് കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഞാനിപ്പോൾ ബാറ്ററി ഇടുന്ന അതിൻ്റെ ബാറ്ററി സോക്കറ്റ് ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് 6 ബാറ്ററീസ് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ 6 ബാറ്ററീസ് ഇടുകയാണ് ഇപ്പോൾ. 1 2 3 4 ഈ 2 ബാറ്ററി ഞാൻ ഈ ചാർജറിനകത്തുനിന്ന് 2 ബാറ്ററി ഞാൻ ഊരി
5 6. ഇപ്പം ഞാൻ 6 ബാറ്ററീസ് ഇട്ടു. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഞാനിത് ഇതിൻ്റെ ഓപ്പണിങ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമുക്കിനി നോക്കാം. നേരത്തെ പോലെ തന്നെ സെയിം വോളിയത്തിൽ സെയിം ഫ്രീക്വൻസിയിൽ നമുക്ക് സൗണ്ട് കേൾക്കുന്നു.